Good afternoon, all. Good afternoon, ma'am. Good afternoon, miss. Miss, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിനകത്തെ 4ാമത്തെ പോയിന്റ് ഇല്ലേ, ഡു നോട്ട് ഷിഫ്റ്റ് വിത്ത് ദ റെഗുലേറ്റർ അറ്റാച്ച്ഡ്. ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് ആണോ? ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് അതിനെ 4ാമത്തെ അത് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യില്ലെന്നല്ലേ പറയുന്നേ? ആണോ? ഷിഫ്റ്റ് വിത്ത് റെഗുലേറ്റർ അറ്റാച്ച്ഡ്. അതായത് നമ്മൾ റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തുകൊണ്ട് മീൻസ് അത് മാറ്റരുത് എന്നുള്ളൊരു മീനിങ് ആണ് പറയുന്നത്. റെഗുലേറ്റർ ഘടിപ്പിച്ചത് മീൻസ് റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് അത് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മീനിങ് ആണ്. അറ്റാച്ച് ചെയ്തുകൊണ്ട്. ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോ അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് റെഗുലേറ്റേഴ്സിനെ കുറിച്ചാണ് ഇനി അടുത്ത സെക്ഷൻ പറയുന്നത്. അപ്പൊ നമ്മള് ലിഫ്റ്റിംഗും ട്രാൻസ്പോർട്ട് ടൈമിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് സേഫ് യൂസ് ഓഫ് റെഗുലേറ്റേഴ്സ് എന്താണെന്നും അതിന്റെ യൂസിംഗ് ആണ് ഇനി പറയുന്നത് അടുത്ത സെക്ഷനില്. ശ്രദ്ധിക്കാം. അപ്പോ നമുക്കറിയാം റെഗുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ വീട്ടിലൊക്കെ ഫാനുകൾക്ക് റെഗുലേറ്റർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് റെഗുലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്? അതിന്റെ ഉപയോഗം എന്താണ്? റെഗുലേറ്റർ കൊണ്ടുള്ള ഉപയോഗം കൺട്രോൾ ചെയ്യാൻ. എന്ത് കൺട്രോൾ ചെയ്യാനാണ്? ഇപ്പൊ ഫാനിലാണെങ്കിൽ അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ, ഇപ്പൊ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടെയും റെഗുലേറ്ററിനെ കൺട്രോൾ ചെയ്യാന്നുള്ളൊരു പർപ്പസ് ആണ് ഉള്ളത്. നോക്കാം. ഈ റെഗുലേറ്റർ ഈസ് എ ഡിവൈസ് that accept gas at high pressure and lessens it to a much lower working pressure. Pressure നാക്കാട്ടോ സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ട്. പ്രഷറിനാണ് കേട്ടോ ലാസ്റ്റത്തെ പ്രഷറിന് തന്നെ ആക്കാം. ഓക്കെ, അപ്പോ അണ്ടർലൈൻ ചെയ്യാട്ടോ. ഈ വായിക്കുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഈ റെഗുലേറ്റർ ഈസ് എ ഡിവൈസ്. റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണ് that accept gas at high pressure and lessen it to a much lower working pressure. അല്ലെ? അതായത് ഹൈ പ്രഷറിലെ ഗ്യാസിനെ സ്വീകരിക്കാനും അതുപോലെ തന്നെ അതിന് നമുക്ക് ലോ പ്രഷറിലേക്ക് വളരെ കുറഞ്ഞ സമ്മർദ്ദത്തിലോട്ട് മാറ്റാനും സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് റെഗുലേറ്റർ. നമ്മൾ ഫാനിന്റെ പറഞ്ഞ സ്പീഡ് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ ഇവിടെ മെഡിക്കൽ ഗ്യാസിൽ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ആക്കാം, അതിനെ നമുക്ക് ലോ പ്രഷറും ആക്കാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന്റെ മർദ്ദം പ്രഷറിനെ നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് നോക്കാം. റെഗുലേറ്റേഴ്സ് ആർ ഗ്യാസ്. GAS എന്നാക്കാം കേട്ടോ. GAS. Regulators are gas specific. Be sure to use proper regulator for the gas tank in the cylinder. സിലിണ്ടറിലെ ഗ്യാസ് ടാങ്കിന് പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റർ ആണെന്ന് ഉറപ്പാക്കുക. അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള റെഗുലേറ്റർ തന്നെയാണെന്ന് നമ്മൾ ഉറപ്പാക്കുക. ചിലപ്പോൾ അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെഗുലേറ്റർ ആയിരിക്കണമെന്നില്ല. സോ എന്ത് ചെയ്യാം? അതിന് കറക്റ്റ് ആയിട്ടുള്ള റെഗുലേറ്റർ ആണെന്ന് അതിന്റെ ഉറപ്പാക്കുന്നതാണ്. കാരണം ചിലപ്പോൾ സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഫാനിന്റെ തന്നെ റെഗുലേറ്റർ ആണെങ്കിൽ ചിലപ്പോൾ അത് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യും? അത് മാറ്റി വേറെ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യും അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് ആ ഗ്യാസ് ടാങ്കിന് അല്ലെങ്കിൽ ഗ്യാസ് ടാങ്കിന് യോജിച്ചതായിട്ടുള്ള റെഗുലേറ്റർ ആണെന്ന് ഉറപ്പുവരുത്തതാണ്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റെഗുലേറ്റർ മാറ്റിയിട്ട് വേറെ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ബിഫോർ അറ്റാച്ചിങ് ദ റെഗുലേറ്റർ ടു എ സിലിണ്ടർ ഓൾവേസ് ചെക്ക് ദ റെഗുലേറ്റർ. അതായത് നമ്മൾ റെഗുലേറ്റർ സിലിണ്ടറിൽ അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ റെഗുലേറ്റർ ഒന്ന് ചെക്ക് ചെയ്യുക. ഇഫ് ദ കണക്ഷൻ ഡു നോട്ട് ഫിറ്റ് together, readily the wrong regulator is being used. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിലിണ്ടറിൽ റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ റെഗുലേറ്റർ ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് സ്യൂട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിനു ശേഷം if the connection do not fit, നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആ റെഗുലേറ്റർ ആ ഒരു ഗ്യാസിലെ സിലിണ്ടറില് ഫിറ്റ് അല്ല എങ്കിൽ, അതായത് ടൈറ്റ് അല്ല എങ്കിൽ അതിനർത്ഥം wrong regulator is being used.
തെറ്റായിട്ടുള്ള ഒരു റെഗുലേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്തതെന്നാണ് അതിനർത്ഥം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന ചെറിയ ബോട്ടില് അല്ലെ, ഒരു ബോട്ടില് അപ്പൊ അതിന്റെ അടപ്പലുകള് ടോപ്പുകൾ മാറിക്കിടക്കുകയാണ്. വേറൊരു അടപ്പലിട്ട് നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മുറുകൂല, ടൈറ്റ് ആവൂല അല്ലെ. ടൈറ്റ് ആവാണ്ടിരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് മാറ്റി അതല്ലാതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലെ. അതിന്റെ ടോപ്പ് ഇതല്ല, വേറെ ഏതോ ആണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് നല്ല ടൈറ്റ് ആവാത്ത ഏതാണോ അതായിരിക്കും അതിന്റെ കൃത്യമായിട്ടുള്ള ടോപ്പ് എന്ന് പറയണത് അല്ലെ. ആണോ? നമ്മൾ സാധാ ഒരു കുപ്പിയുടെ അടപ്പലിട്ട് നടക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തെന്നുള്ളൂ. അപ്പോ കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ മാത്രമാണ് അത് പ്രോപ്പർ റെഗുലേറ്റർ ആണെന്ന് പറയാൻ പറ്റുന്നത്. അത് ഫിറ്റ് ആവണില്ല, ലൂസ് ആവണമെങ്കിൽ അതിനർത്ഥം അത് റോങ് ആയിട്ടുള്ള റെഗുലേറ്റർ ആയിരിക്കണമെന്ന്. ഓക്കെ, അപ്പോ കറക്റ്റ് ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള റെഗുലേറ്റർ വേണം നമ്മൾ ഉപയോഗിക്കുവാൻ. അത് ഫിറ്റ് അല്ലായെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു റെഗുലേറ്റർ ആയിരിക്കും. Then next നോക്കാം. Before a regulator is removed from a cylinder, close the cylinder and release all pressure from the regulator. Before a regulator is removed from a cylinder, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നോക്കാം. Before a regulator is removed from a cylinder, നമ്മൾ ഒരു സിലിണ്ടർ റെഗുലേറ്റർ നീക്കം ചെയ്യുന്നതിന് മുൻപായിട്ട്, സിലിണ്ടറിൽ നിന്നും റെഗുലേറ്റർ നീക്കം ചെയ്യുന്നതിന് മുൻപായിട്ട് ക്ലോസ് ദ സിലിണ്ടർ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് അതിലെ പ്രഷറിനെല്ലാം നമ്മൾ റിലീസ് ചെയ്യണം. പ്രഷറിനെല്ലാം പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം മാത്രമേ റെഗുലേറ്റർ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റെഗുലേറ്റർ നീക്കം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എയറൊക്കെ തിങ്ങും, അതുപോലെ തന്നെ എന്തെങ്കിലും ലീക്കേജസുകൾ പുറത്തേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റെഗുലേറ്റർ നീക്കം ചെയ്യുന്നതിന് മുൻപായിട്ട് സിലിണ്ടർ ക്ലോസ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ അതിലെ പ്രഷർ ഉണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യുകയും വേണം. ഓക്കെ, വോയിസ് സ്റ്റക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും അങ്ങനെയാണോ? ആണോ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, അങ്ങനെ ഒട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ അങ്ങനെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ റേഞ്ചിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ വരാം. ടോട്ടലി എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോ പറഞ്ഞത് എന്താണ്, നമ്മള് റെഗുലേറ്റർ നീക്കം ചെയ്യുന്നതിന് മുൻപായിട്ട് സിലിണ്ടർ ക്ലോസ് ചെയ്തിട്ട് സിലിണ്ടറിനുള്ളിൽ മർദ്ദം കളയുക. ഓക്കെ, then last point, regulators shall be removed from the cylinder during transport. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ റെഗുലേറ്റർ റിമൂവ് ചെയ്ത് മാറ്റാവുന്നു. ഇപ്പോ എയറൊക്കെ കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രഷറൊക്കെ കളഞ്ഞുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് റെഗുലേറ്റർ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റെഗുലേറ്ററിനെ കുറിച്ച് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ അണ്ടർലൈൻ ചെയ്യണം. റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണ്. നമുക്ക് ഗ്യാസിനെ ഹൈ പ്രഷറിലും അതുപോലെ തന്നെ ലോവർ പ്രഷറിലേക്കും കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് റെഗുലേറ്റർ. രണ്ടാമത് പറഞ്ഞത് പ്രോപ്പർ ആയിട്ടുള്ള, അതായത് സിലിണ്ടറിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള റെഗുലേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് നമ്മൾ അറ്റാച്ച് ചെയ്തതിന് മുൻപായിട്ട് അത് ടൈറ്റ് ആണോ ഫിറ്റ് ആണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫിറ്റ് അല്ല എങ്കിൽ അതിന്റെ അർത്ഥം റോങ് ആയിട്ടുള്ള റെഗുലേറ്റർ ആയിരിക്കും എന്നതാണ്. ദെൻ അതിനുശേഷം പറയുന്നത് സിലിണ്ടർ നമ്മൾ റെഗുലേറ്റർ നീക്കം ചെയ്തതിന് മുൻപായിട്ട് സിലിണ്ടർ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ പ്രഷറിന് നമ്മൾ റിലീസ് ചെയ്തിട്ട് വേണം റെഗുലേറ്റർ നീക്കം ചെയ്യുവാൻ. ദെൻ റെഗുലേറ്റർ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ട്രാൻസ്പോർട്ടിന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, റെഗുലേറ്റർ റിമൂവ് ചെയ്യാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. പോയിന്റ്സ് ഒന്ന് വായിക്കാം. അതായത് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യേണ്ടതാണ്, അറ്റാച്ച് ചെയ്യേണ്ട കാര്യമില്ലാന്ന്. കാരണം അപ്പൊ പ്രവർത്തിക്കുന്നില്ലല്ലോ. നമ്മൾ പ്രവർത്തിക്കുന്ന ടൈമിൽ ഇത് ഹൈ ആക്കണോ അല്ലെങ്കിൽ ലോവർ ആക്കണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ അതിന്റെ ആവശ്യമില്ലാണ്. വായിച്ചു നോക്കാം കേട്ടോ. സിമ്പിൾ ആണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ റെഗുലേറ്ററിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? റെഗുലേറ്റർ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ വായിച്ചെല്ലാവരോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പൊ നമ്മൾ വണ്ടിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. ആ ടൈമിൽ നമ്മളവിടെ ആ സിലിണ്ടർ ഉപയോഗത്തിലല്ലല്ലോ. ഉപയോഗത്തിലായിരിക്കുമ്പോൾ നമുക്ക് റെഗുലേറ്റർ ആവശ്യമാണ്. ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ദാറ്റ് ഈസ് PPE. Be dressed in proper personal protective equipment when discharging labor. Discharging എന്ന് പറയുമ്പോൾ ഒരു മീനിങ് ഒരു വ്യത്യാസമില്ലേ? അതുകൊണ്ടാണ് അത് പെർഫോമിംഗ് എന്നൊന്ന് എഴുതിയിടാം. ഡിസ്ചാർജ് വെട്ടിക്കൊണ്ട് പെർഫോമിംഗ് എന്നാക്കാം കേട്ടോ. അതായത് നമ്മള് ലാബിൽ പെർഫോം ചെയ്യുന്ന ടൈമില് നിർബന്ധമായിട്ടും PPE ധരിച്ചിരിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചിരിക്കണം ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, ഡിസ്ചാർജിങ് അല്ല, അവിടെ നമ്മള് പെർഫോമിംഗ് നടക്കാം. നമ്മള് ലാബിൽ ലബോറട്ടറിയിൽ പെർഫോം ചെയ്യുന്ന ടൈമിൽ PPE ധരിച്ചിരിക്കണം. ഓപ്പറേഷൻ ടാസ്ക് ദാറ്റ് ഇൻവോൾവ് കംപ്രസ്ഡ് ഗ്യാസസ്. കംപ്രസ്ഡ് ഗ്യാസസുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന സ്റ്റാഫുകള് നിർബന്ധമായിട്ടും സ്ലീവ്ഡ് ലാബ് കോട്ട്, ഫുൾ സ്ലീവ് ആയിട്ടുള്ള ലാബ് കോട്ട് ധരിക്കുക. ലോങ് പാൻസ്, ഫുൾ സ്ലീവ് ആയിട്ടുള്ള ലോങ് പാൻസ് ധരിക്കണം. കവേർഡ് 2 ഷൂസ്, മീൻസ് അത്ര കവർ ചെയ്യുന്ന ഷൂസുകൾ, നമ്മുടെ കാലിൽ കവർ ചെയ്യുന്ന ഷൂസുകൾ, അതായത് സേഫ്റ്റി ഷൂസ്, അങ്ങനെയുള്ള ഷൂസുകള്. സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് ഗ്ലൗസസ്. ഇത്രയും സാധനങ്ങള് നമ്മള് കംപ്രസ്ഡ് ഗ്യാസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചിരിക്കണം. അപ്പോ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കൂ ഏതെല്ലാമാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ ഉൾപ്പെടുന്നതെന്ന്. അണ്ടർലൈൻ ചെയ്യാം. ലോങ് സ്ലീവ് ലാബ് കോട്ട്, ലോങ് പാൻസ് കവർ, 2 ഷൂസ്, then safety gloves and glouses. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കൂ. ഇൻ കേസ് എക്സാമിന് ചോദിക്കാം എന്തെല്ലാമാണ് PPEയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റാഫ്. സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് ഈ മെഡിക്കൽ ഗ്യാസിന്റെ ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ എന്തൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതില് ആദ്യം പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസേഴ്സ്. സൂപ്പർവൈസറുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം എല്ലാത്തിലും ഒരു മേൽനോട്ടം വഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും അല്ലെ സൂപ്പർവൈസർ. അപ്പോ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയാം കേട്ടോ. ഇത് നമ്മളുടെ മെഡിക്കൽ ഗ്യാസിന്റെ ഏരിയയിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഡ്യൂട്ടീസ് ഓഫ് എ സൂപ്പർവൈസർ. ആ ഒരു ഏരിയയിൽ സൂപ്പർവൈസർ ആണ് നോക്കുക. ഫസ്റ്റ് വൺ പറയുന്നത് make sure that staff in their charge receive appropriate training specific to the compressed gases they handle and use. അല്ലെ, അതായത് കംപ്രസ്ഡ് ഗ്യാസ് ഹാൻഡിൽ ചെയ്യാനും അല്ലെങ്കിൽ ഉപയോഗിക്കാനുമായിട്ടുള്ള ശരിയായിട്ടുള്ള ട്രെയിനിങ്ങുകൾ സ്റ്റാഫുകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് ട്രെയിനഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് അവിടെ കംപ്രസ്ഡ് ഗ്യാസ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുകയാണ്. അതായത് ട്രെയിൻ ചെയ്യാത്ത ആൾക്കാരൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. ഓക്കെ, ട്രെയിനഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണോ അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് വൺ, make sure that compressed gases are used only for their intentional purpose and in accordance with the defined procedure and rules. Make sure that അല്ലെ, അതായത് എന്താണ് മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നത് അതിന്റെ ഇന്റൻഷണൽ പർപ്പസിന് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുകയാണ് അല്ലെ. അതായത് ഒരു രോഗിക്ക് മെഡിക്കൽ ഓക്സിജൻ ആണ് ആവശ്യമെങ്കിൽ ആ പേഷ്യന്റിന് നൽകുന്നത് ഓക്സിജൻ ഗ്യാസ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക അല്ലെ. ഇന്റൻഷണൽ യൂസ് അവയ്ക്ക് അനുസൃതമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഗ്യാസ് ആവശ്യമായിട്ടുള്ള ഉപയോഗം തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡിഫൈൻഡ് പ്രൊസീജിയർ ആൻഡ് റൂൾസ്. അപ്പോ അത് തന്നെയാണോ, സെയിം ആ ഒരു മെഡിക്കൽ ഗ്യാസ് തന്നെയാണോ ആ പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ദെൻ ഉറപ്പുവരുത്തിയതിനു ശേഷം അതിനനുസൃതമായിട്ട് അക്കോർഡൻസ് മീൻസ് അതിനനുസൃതമായിട്ടുള്ള പ്രൊസീജിയേഴ്സും നിയമങ്ങളും പാലിക്കുക. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഇന്റൻഷണൽ പർപ്പസിനാണോ
പേഷ്യന്റിന് കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഗ്യാസ് ആണോ നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ അതിന്റെ നിയമങ്ങളും പ്രൊസീജിയേഴ്സും പാലിച്ചുകൊണ്ട് വേണം ആ മെഡിക്കൽ ഗ്യാസ് പേഷ്യൻസിന് നൽകുവാൻ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി data sheet SDS, that applicable emergency response plan, that is ERP, underline cheya SDS and ERP. Other relevant literature is made quickly available to staff. അല്ലെ നമ്മൾ പറഞ്ഞു സേഫ്റ്റി ഡാറ്റ മെറ്റീരിയൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, അതായത് ഒരു യൂസർ മാനുവൽ പോലത്തെ നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിലാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അറിയാം എന്നിവയൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്ന ചെറിയൊരു യൂസർ മാനുവൽ ആണത്. ദെൻ ERP എന്ന് പറഞ്ഞാൽ അതുപോലത്തെ തന്നെ ഒരു മാനുവൽ തന്നെയാണ്. എമർജൻസി റെസ്പോൺസ് പ്ലാൻ, എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു എഴുതി തയ്യാറാക്കി ചെറിയൊരു പ്രിന്റഡ് ബുക്കാണത്. അപ്പോ ഈ SDS അതുപോലെ ERP പോലുള്ള യൂസർ മാനുവൽസ് എന്ത് വേണം? അതുപോലെ തന്നെ അതർ റിലവൻസ് ലിറ്ററേച്ചർ, അതർ യൂസർ മാനുവലും ക്വിക്ലി അവൈലബിൾ ടു സ്റ്റാഫ്, പെട്ടെന്ന് തന്നെ സ്റ്റാഫിന് അരികത്ത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റാഫിന് പെട്ടെന്ന് ലഭ്യമാക്കണം എന്ന്. അതായത് അത് നോക്കിയിട്ട് വേണം അവർക്ക് പ്രവർത്തിക്കാൻ, അല്ലെ? ഇപ്പോ എമർജൻസി ആയിട്ട് എന്തെങ്കിലും കേസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഈ ERP പ്ലാൻ വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. സോ ഇത് നോക്കിയിട്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യണമെങ്കിൽ SDS അല്ലെങ്കിൽ ERP പോലുള്ള സേഫ്റ്റി ഡാറ്റ ഷീറ്റുകൾ സ്റ്റാഫുകളുടെ അരികിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അവർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ വേഗത്തിൽ ലഭ്യമാക്കുന്നത് ഉറപ്പുവരുത്തുക. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. നാലാമത്തെ പോയിന്റ് നോക്കാം. പ്രൊവൈഡ് സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് വിത്ത് നെസസറി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ വിസിറ്റേഴ്സിനും നെസസറി ആവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആദ്യത്തെ 4 പോയിന്റ് ആണ് പറഞ്ഞത്. 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ക്ലിയർ ആക്കുക, എന്നിട്ട് അടുത്ത പോയിന്റ് പറയാം. ഓക്കെ, ഓരോ പോയിന്റ് നിങ്ങൾ വായിച്ച് അതിന്റെ ഒന്ന് അർത്ഥം മനസ്സിലാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത 4 പോയിന്റ് വായിക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാലേ SDS, അതായത് സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു ഡിവൈസ് വാങ്ങിക്കുമ്പോൾ അതിന്റെ യൂസ് ചെയ്യാൻ, ഇപ്പൊ നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചു നിങ്ങള്, അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബുക്ക് പോലത്തെ സംഭവം കിട്ടില്ലേ? ഇതെങ്ങനെയാണ് അതിന്റെ ആപ്പുകൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ഓൺ ആക്കേണ്ടത്, ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുന്നത്. ഇപ്പോ മൊബൈൽ തന്നെയല്ല, നിങ്ങൾ ഒരു മിക്സി വാങ്ങിച്ചു നോക്കിട്ടെ, അപ്പൊ അതിലുണ്ടാകും ഗ്രൈൻഡറോ ഏതെങ്കിലും ഒരു ഡിവൈസ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒപ്പം ഒരു യൂസർ മാനുവൽ കിട്ടും ഇല്ലേ? ആ സംഭവം കണ്ടിട്ടുണ്ടോ? ചെറിയൊരു ബുക്ക് പോലല്ലേ, പിക്ചറൊക്കെ കൊടുത്തിട്ട് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ SDS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആ മെഡിക്കൽ ഗ്യാസുകൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതും അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു യൂസർ മാനുവൽ ആണ്. അതുപോലെ തന്നെയാണ് ഈ എമർജൻസി റെസ്പോൺസ് പ്ലാൻ എന്ന് പറയുന്നത്. എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങള്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോ അങ്ങനെയുള്ള ആ 2 ബുക്കുകൾ, അതുപോലെ തന്നെ റിലവന്റ്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ലിറ്ററേച്ചർ ഇതുപോലെ എഴുതിയിട്ടുള്ള യൂസർ മാനുവലുകളുടെ സംഭവങ്ങള് സ്റ്റാഫുകൾക്ക് ലഭ്യമായിരിക്കണം എന്ന്. കാരണം സ്റ്റാഫുകളുടെ അരികത്ത് അത് ഉണ്ടായിരിക്കണം എന്ന്. കാരണം സേഫ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അവരുടെ അരികത്ത് വെക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞാൽ കൂടുതലും അപകടങ്ങള്, റിസ്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, വായിച്ചു നോക്കട്ടോ. സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? ഇന്റൻഷണൽ യൂസിലാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഓക്സിജൻ സിലിണ്ടർ ആവശ്യമായ സ്ഥലത്ത് ഓക്സിജൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്സിജൻ വേണ്ട ഒരു വ്യക്തിക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് കൊടുത്താൽ ശരിയാണോ? ഇല്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഗ്യാസ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തിയിട്ട് അതിനനുസൃതമായിട്ട് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുക.
Okay, complete ചെയ്തോ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. പ്രൊവൈഡ് ആപ്റ്റ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ്. സ്റ്റാഫ് ആണ് STA. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സ്റ്റാഫ് എന്നാക്കാം കേട്ടോ. സ്റ്റാൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാഫ് എന്നാക്കാം. ഓക്കെ. പ്രൊവൈഡ് ആപ്റ്റ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ്. ജീവനക്കാരുടെ മേലെ ഉചിതമായിട്ടുള്ള ഒരു മേൽനോട്ടം നൽകുക അല്ലെ. ജീവനക്കാർക്ക് ഒരു അവര് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടോ, പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ, അവരുടെ ജോലി അവര് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക. Ensure staff and visitors adhere to applicable occupational health and safety regulations for the use of compressed gases. നോക്കാം അവിടെ എന്താ പറയുന്നത്? കംപ്രസ് ചെയ്തിട്ടുള്ള അല്ലെ, അതായത് കംപ്രസ് ചെയ്തിട്ടുള്ള വാതകങ്ങളുടെ ഉപയോഗത്തിന് ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. അതായത് ഇപ്പോ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് ഒക്കെ ധരിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുകയാണ് സ്റ്റാഫുകൾ. ഓക്കെ. കംപ്രസ്ഡ് വാതകങ്ങൾ ചെയ്യുന്ന ആ ഏരിയയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ അവരുടെ സേഫ്റ്റി ആൻഡ് റെഗുലേഷൻസിന് വേണ്ടി, അവരുടെ ഹെൽത്ത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ തൊഴിൽ ഓക്യുപേഷണൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവര് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അദറൻസ് വെച്ചാൽ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതായത് അവർ സേഫ്റ്റി PPP ധരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Then investigate reported incidents to determine the cause and to develop active preventive measure to lessen a recurrence. Recurrence എന്ന് വെച്ചാൽ എന്താ? ആവർത്തിക്കുക, റിപ്പീറ്റ് ചെയ്യാനുള്ള മീനിങ് ആണ് കേട്ടോ. Recurrence ആവർത്തിക്കുക. Okay, ഇനി ആ പോയിന്റ് നോക്കി. Investigate report incident to determine the cause and to develop active preventive measures to lessen a recurrence. മനസ്സിലായില്ലേ എന്താ? അതായത് റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ, അതായത് എന്താ സംഭവമായിരിക്കും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്? ഈ ഗ്യാസിന്റെ ലീക്കേജസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്റെ കാരണം കണ്ടെത്തണം. കോസ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ ആ ലീക്കേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാം. Then preventive measures to lessen a recurrence. അതുപോലെ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ, ഇപ്പൊ ഒരു ലീക്കേജോ എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെന്റ്സുകൾ, പ്രിവെന്റീവ് ആയിട്ടുള്ള പ്രതിരോധ നടപടികൾ വികസിപ്പിക്കുക. ഡെവലപ്പ് ആപ്റ്റ് പ്രിവെന്റീവ് മെഷേഴ്സ്. പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നടപ്പിലാക്കുക. ഓക്കെ. ലീക്കേജ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കണ്ടെത്തുകയും വേണം. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ള പ്രതിരോധ നടപടികളും സ്വീകരിക്കുക. Okay, then last point, keep apt records relating to handling and use of compressed gases that include up-to-date inventory, training records, and report incidents. Report incidents, ഇതുപോലെ ലീക്കേജും മറ്റും സംഭവങ്ങളൊക്കെ നടക്കുന്ന റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ട്രെയിനിങ് റെക്കോർഡ്സുകൾ, നമ്മൾ അവിടുത്തെ ട്രെയിനിങ്ങുകൾ സ്റ്റാഫുകൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിന്റെ റെക്കോർഡ്സുകൾ. Then up-to-date inventory. Inventory എന്ന് ഉദ്ദേശിക്കുന്നത് വിവരപ്പട്ടികകൾ, അതായത് ഓരോ മെഡിക്കൽ ഗ്യാസുകളുടെ ഉപയോഗത്തെ കുറിച്ചിട്ടുള്ള വിവരപ്പട്ടികകൾ. ഇതെല്ലാം നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം. അത് സൂപ്പർവൈസറുടെ ചുമതലയാണ്, ഡ്യൂട്ടിയാണ്. റെക്കോർഡുകൾ സൂക്ഷിക്കുക. ഇത്രയുമാണ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. ഇതേ കുറച്ച് പോയിന്റുകളാണ്. അപ്പൊ നമുക്കത് വേറെ എന്താ പറയാ, റിലേറ്റ് ചെയ്ത് പറയാനൊന്നുമില്ല. സെയിം ആയിട്ട് സ്റ്റാർട്ട് പോയിന്റ് തന്നെയാണ് ഞാൻ വായിച്ച് പറഞ്ഞു തരുന്നത് കേട്ടോ. കാരണം ഇത് വേറെ ഒന്നിനോട് കണക്ട് ചെയ്ത് പറയാനൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഭയങ്കര
കൂടുതലാകും, നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആകും. അപ്പൊ അധികം ഓവറായിട്ട് പറഞ്ഞു പോയാലും അത് ബോറിംഗ് ആണ്, പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇതൊക്കെ സെയിം ആ പോയിന്റുകൾ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് ലിസ്ണിംഗിലെ പോയിന്റ്സുകൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതിനുള്ളിൽ തന്നെ നിങ്ങൾ നോക്കിയ SDS, PPPE 3 സ്റ്റാൻഡേർഡ് ഫോം തന്നെ വന്നിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ആ പോയിന്റ്സുകൾ വായിക്കുക. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്കിലും ഏകദേശം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരോ? ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസർ എക്സ്പാൻഡ് ഫോം 3 വരുന്നുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. ലാസ്റ്റ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഡ്യൂട്ടീസ് ഉണ്ട് കേട്ടോ, വളരെ കുറച്ചുള്ളൂ, 13 ഡ്യൂട്ടീസ് ആണ് ഉള്ളത്. ലാസ്റ്റ് സെന്റൻസ് സ്ക്രീൻ ക്ലിയർ ആണോ? പോയിന്റ്സ് വായിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? സ്ക്രീൻ നോക്കി നിങ്ങള്? ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ നമുക്കൊന്ന് വായിക്കാം കേട്ടോ, എന്നിട്ട് അത് റെഡി ആക്കാവേ. ജസ്റ്റ് ഫസ്റ്റ് സെക്ഷൻ ഒന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ PDF ഇല്ലേ? ഓക്കെ, നമുക്ക് ആദ്യത്തെ ഒരു 5 പോയിന്റ് ആദ്യം നോക്കാം, എന്നിട്ട് അത് ക്ലിയർ ചെയ്യാം കേട്ടോ. നോക്കാം. അപ്പോ മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടീസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മാനിഫോൾഡ് സിസ്റ്റം ഓർക്കുന്നുണ്ടോ? പിക്ചർ കാണിച്ചു തന്നത് മാനിഫോൾഡ് സിസ്റ്റം എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? 2 സൈഡിലും സിലിണ്ടറുകളുണ്ട്, 2 സൈഡും കണക്റ്റഡ് ആണ്. പിക്ചർ ഓർക്കാണോന്ന്? മാനിഫോൾഡ്. അപ്പോ ഈ മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ ഓപ്പറേറ്ററുടെ ഡ്യൂട്ടീസ് ആണ് ഇനി പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, first time in the morning he will make sure that all cylinders in the manifold rooms are okay. അപ്പോ ഫസ്റ്റ് തന്നെ മോർണിംഗിൽ തന്നെ അദ്ദേഹം വന്ന് ഉറപ്പുവരുത്തുക സിലിണ്ടറുകൾക്കെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതാണ് ആദ്യം വന്ന് നോക്കേണ്ടത് അല്ലെ? നല്ല രീതിയിലൊക്കെയാണോ, വേറെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ, ലീക്കേജ് ഒക്കെയാണോ എന്ന് ഉറപ്പുവരുത്തുക. Then second one പറയുന്നത് he will open the number of cylinders to ensure the correct pressure in the pipeline. എന്ത് ചെയ്യണം? അദ്ദേഹം വന്നിട്ട് സിലിണ്ടറുകളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം, ദെൻ കറക്റ്റ് ആയിട്ടുള്ള പ്രഷർ ആണോ പൈപ്പ് ലൈനിൽ കൂടി പോകുന്നതെന്ന് ഉറപ്പുവരുത്തുക. കറക്റ്റ് പ്രഷർ ആണോ അല്ലെങ്കിൽ കൂടുതലാണോ കുറവാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യുക. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് he will be using cylinders from one side of manifold cylinder band, right side or left side. നമ്മൾ പറഞ്ഞു പിക്ചർ കണ്ടത് നോക്കുന്നുണ്ടോ? പിക്ചറിൽ എടുത്തിട്ടില്ല, നമ്മൾ കണ്ടില്ലേ? ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡിലുണ്ട് സിലിണ്ടറുകൾ അല്ലെ?
അപ്പോ he will be using cylinder from one side. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സിലിണ്ടർ യൂസ് ചെയ്യാറ്. ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സിലിണ്ടർ യൂസ് ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിലും സിലിണ്ടർ കണ്ടത് ഓർക്കുന്നുണ്ടോ പിക്ചർ? ഓർത്ത് നോക്കിയാൽ നിങ്ങളാണ് രണ്ട് സൈഡിലുണ്ട്, റൈറ്റിലുണ്ട്, ലെഫ്റ്റിലുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് യൂസ് ചെയ്യാണ്. അടുത്ത പോയിന്റ് നോക്കാം. The cylinders of other side should be dispatched as soon as all cylinders of that bank are empty. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, അതിക്ക് മുന്നത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്യാം. അടുത്ത പോയിന്റിൽ പറയുന്നത്, ഇപ്പോ മേ ബി നമ്മൾ റൈറ്റ് സൈഡ് ആണ് യൂസ് ചെയ്തതെങ്കിൽ ആ സൈഡിലെ സിലിണ്ടർ എംറ്റി ആയിപ്പോയി, ആ ടാങ്ക് എംറ്റി, സിലിണ്ടർ ഗ്യാസ് തീർന്നു, എംറ്റി ആയെങ്കിൽ നമുക്ക് അടുത്ത സൈഡിൽ നിന്നും, അതായത് റൈറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ റൈറ്റിൽ ഉപയോഗിച്ച് റൈറ്റ് എംറ്റി ആയിപ്പോയി, എംറ്റി ആയിപ്പോയെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ സിലിണ്ടർ ഗ്യാസ് ഉണ്ടല്ലോ, ഈ ലെഫ്റ്റ് സൈഡിൽ ഗ്യാസ് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാറ് എന്ന് വെച്ചാൽ അയക്കാന്ന്, ഇങ്ങോട്ട് അയക്കാന്ന്, റൈറ്റ് സൈഡിലോട്ട് അയക്കാന്ന്. ഒരേ പൈപ്പ് ലൈനിലല്ലേ പോയിരിക്കുന്നത്? ആണോ? ഈ ഒരു ഷേപ്പിലല്ലേ, നമ്മളൊരു ടി ഷേപ്പിൽ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. റൈറ്റും ലെഫ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോ ആദ്യം റൈറ്റ് ഉപയോഗിച്ച് റൈറ്റ് എംറ്റി ആയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമുക്ക് റീഫിൽ ചെയ്യാവുന്നത്. ഓക്കെ, അതാണ് ആ ഒരു മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നും കൂടി വായിക്കാം, അപ്പൊ ക്ലിയർ ആകും. He will be using cylinders from one side of manifold cylinders bank, right side or left side. ഒന്നുകിൽ റൈറ്റ് സൈഡിലെ സിലിണ്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് സിലിണ്ടർ ഉപയോഗിക്കാം. The cylinders of other side should be dispatched as soon as all cylinders that bank are empty. റൈറ്റ് സൈഡിലെ സിലിണ്ടർ ഉപയോഗിച്ച് എംറ്റി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റിൽ നിന്നും ഗ്യാസ് ഡിസ്പാച്ച് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എടുക്കാവുന്നത്. ഒന്ന് തീരുമ്പോൾ മറ്റൊന്നിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യിക്കാവുന്ന, റീഫിൽ ചെയ്യാവുന്ന. ക്ലിയർ ആയോ? ആ മനസ്സിലോട്ട് നിങ്ങൾ ആ പിക്ചർ ഒന്ന് ആലോചിച്ചാൽ മതി, അപ്പൊ ഒരു ഐഡിയ കിട്ടും. പിക്ചർ കണ്ടില്ലേ? രണ്ട് സൈഡുണ്ട്, ഒരു സൈഡ് തീർന്നാൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് റീഫിൽ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? പിക്ചർ വെക്കുന്നതേ പിക്ചർ കാണുമ്പോഴേ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ വരുള്ളൂ. പിക്ചർ നമ്മൾ കണ്ടതാണല്ലോ ഓൾറെഡി. ക്ലിയർ ആയ എല്ലാവർക്കും? പോയിന്റുകളാണ്, ഈ പോയിന്റുകൾ നമ്മൾ അതേപടി തന്നെയാണ് പഠിക്കുന്നത്. ആ 4 എണ്ണം ഉണ്ട്, പക്ഷെ അത് ഒരു സൈഡിൽ 2 എണ്ണം, ഇപ്പുറത്തെ സൈഡിൽ 2 എണ്ണം. അപ്പൊ ഒരു സൈഡിൽ കംപ്ലീറ്റ് എംറ്റി ആയതിനു ശേഷം മാത്രമാണ് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് റീഫിൽ ചെയ്യുന്നത്. ഓക്കെ, രണ്ടും എംറ്റി ആയിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം. He will check all cylinders for leakage using soap water mixture. ഒരു സോപ്പ് വാട്ടറിന്റെ ഒരു മിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് ഗ്യാസ് സിലിണ്ടറുകൾക്ക് ലീക്കേജസുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത്രയും പോയിന്റ് ഒന്ന് വായിക്കൂ. അപ്പൊ നമ്മൾ 5 പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. 5 പോയിന്റ് ആണ് പറഞ്ഞത്. 5 പോയിന്റ് ഒന്ന് വായിച്ചത് ക്ലിയർ ചെയ്തോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇത് ക്ലിയർ അല്ലെന്നല്ലേ പറഞ്ഞത്? ലാസ്റ്റത്തെ പോയിന്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനില്? വായിക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരു ഷെയ്ഡ് എന്ന് പറയല്ലോ. ഓക്കെ, അത് ക്ലിയർ ചെയ്യാം കേട്ടോ. ആദ്യത്തെ 5 പോയിന്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, 5 പോയിന്റ് ഒന്ന് വായിക്കാം.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? സ്ക്രീൻ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ലാസ്റ്റ് പോയിന്റ് ഇപ്പൊ വായിക്കാലോ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. He will maintain a stock of needed instrument with him in manifold room. മാനിഫോൾഡ് റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് അവിടേക്ക് വേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ സ്റ്റോക്ക് ആവശ്യമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സോ അതിന്റെയൊക്കെ സ്റ്റോക്കുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ വേണം? ആ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുടെ സ്റ്റോക്ക് സൂക്ഷിക്കുക. After checking the many room, he has to take a round of hospital to see all outlet by him and to find out its exact function from staff appointed there. എന്താണ് പറയുന്നത്? After checking many rooms, അല്ലെ, നിരവധി റൂമുകൾ പരിശോധിച്ചതിന് ശേഷം has to take a round to hospital, see all outlets. ഹോസ്പിറ്റലിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളും നിരീക്ഷിക്കും. എല്ലാ ഔട്ട്ലെറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? ജീവനക്കാരെ കൃത്യമായിട്ട് അവരുടെ ഫങ്ഷൻസ്, അവരുടെ പ്രവർത്തനങ്ങൾ അവര് നിർണ്ണയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഓരോ ഔട്ട്ലെറ്റിലുള്ള ജീവനക്കാരികള് അവരുടെ പ്രവർത്തനങ്ങൾ അവർ കൃത്യമായിട്ടും അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, ഒന്ന് ചെക്ക് ചെയ്യുന്നു. Then he will repair or arrange to repair any deficiency in the outlet or in the pipeline that include main manifold system. മെയിൻ മാനിഫോൾഡ് സിസ്റ്റം ഉൾപ്പെടുന്ന പൈപ്പ് ലൈനുകൾക്കോ ഔട്ട്ലെറ്റുകൾക്കോ എന്തെങ്കിലും ഡെഫിഷ്യൻസി, എന്തെങ്കിലും പോരായ്മകള്, എന്തെങ്കിലും ചെറിയ പൊട്ടലുകളോ ലീക്കേജസുകളോ അങ്ങനെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? റിപ്പയർ ചെയ്യുക. അതൊക്കെ ഇപ്പൊ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്യുകയും റിപ്പയർ ചെയ്യുകയും ചെയ്യുക. Then അടുത്ത പോയിന്റ്, he will place order for refilling of gas cylinder in consultation with the authorized officer. ഒരു അംഗീകൃത ഉദ്യോഗസ്ഥനുമായിട്ട് കൂടിയാലോചിച്ച ശേഷം സിലിണ്ടറുകൾ, എംപ്റ്റി ആയിട്ടുള്ള സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യാനായിട്ട് ഓർഡർ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് സിലിണ്ടറുകൾ തീരുമ്പോൾ അത് റീഫില്ല് ചെയ്യേണ്ട ആളെ സിലിണ്ടർ കിട്ടി. സോ അത് ഓതറൈസ്ഡ് പേഴ്സണോട് കൂടി തീരുമാനിച്ചിട്ട് അത് റീഫില്ല് ചെയ്യാനായിട്ട് ഓർഡർ നൽകുക. ഓക്കെ, ആ 3 പോയിന്റ് ഒന്ന് വായിക്കാമോ? 4 പോയിന്റ് മെയിൻറ്റെയിൻ സ്റ്റോക്ക് തുടങ്ങി ഓതറൈസ്ഡ് ഓഫീസർ. 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കുറച്ച് വായിക്കാൻ പറയുന്നതേ, ഒരുപാട് ഒരുമിച്ച് പറഞ്ഞാൽ അത് ക്ലാരിഫിക്കേഷൻ കിട്ടില്ല. ഓക്കെ, 4 പോയിന്റ് ഒന്ന് വായിക്കുക, എന്നിട്ട് അടുത്ത 4 പോയിന്റ് കൂടി പറയാം. കംപ്ലീറ്റ് ചെയ്തോ 4 പോയിന്റ്? ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ. ലാസ്റ്റ് ഒരു 4 പോയിന്റ് കൂടി ഉള്ളൂ, നോക്കാം. He will also look after of the nitrous cylinder in the operation theater if there is no central supply of this gas. He will also make sure that, രണ്ടായിട്ട് പറയാട്ടോ. ഫസ്റ്റ് വൺ നോക്കാം. He will also look after the nitrous cylinders in the operation theater if there is no central supply of this gas.
അതായത് ഓപ്പറേഷൻ തിയേറ്ററില് ഈ നൈട്രസ് സിലിണ്ടർ, നൈട്രസ് എന്ന് പറഞ്ഞത് ഓക്സിജൻ ഗ്യാസ് ഓപ്പറേഷൻ തിയേറ്ററിൽ ആവശ്യമായിട്ടുള്ള ഒരു ഗ്യാസ് ആണ് നൈട്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഓപ്പറേഷൻ തിയേറ്ററില് നൈട്രസ് എന്ന് പറഞ്ഞൊരു ഗ്യാസിന്റെ പൈപ്പ് ലൈൻ സംവിധാനം ഇല്ല എങ്കിൽ അവിടെ നൈട്രസ് സിലിണ്ടർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവിടെ നൈട്രസ് സിലിണ്ടർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലുണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തണം. Then he will also make sure that the supply of oxygen in other area without a central pipeline. അതുപോലെ തന്നെ ഓക്സിജൻ അല്ലെ, ഏതെങ്കിലും ഏരിയയില് ഓക്സിജന്റെ സപ്ലൈ പൈപ്പ് ലൈൻ വഴിയുള്ള സപ്ലൈ ഓക്സിജന് ഇല്ല എങ്കിൽ ആ ഏരിയയിലും എന്ത് വേണം, ഓക്സിജൻ സിലിണ്ടർ വെച്ചു കൊടുക്കുക. അതായത് ഓക്സിജൻ സിലിണ്ടർ സെറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? രണ്ട് മെഡിക്കൽ ഗ്യാസിന്റെ കാര്യമാണ് പറയുന്നത്. ഒന്ന് നൈട്രസിന്റെ പൈപ്പ് ലൈൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇല്ല എങ്കിൽ ഒരു നൈട്രസ് സിലിണ്ടർ നമ്മൾ അവിടെ വെച്ചു കൊടുക്കുക, കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ ഏരിയയില് ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ ഓക്സിജന്റെ പൈപ്പ് ലൈൻ ഇല്ല എങ്കിൽ നമ്മൾ അവിടെ ഓക്സിജൻ വിതരണം ചെയ്യുന്നു, അതായത് ഓക്സിജൻ സിലിണ്ടറുകൾ വെച്ച് ഓക്സിജൻ നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുക. പൈപ്പ് ലൈൻ ഇല്ല എങ്കിൽ, രണ്ടിനും പൈപ്പ് ലൈൻ ഇല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ വെച്ചു കൊടുക്കണമെന്ന്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഗ്യാസ് ആണ് നൈട്രസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. He will also help OT technician, operation theater technician, in the maintenance of Boyle's machine. ഈ manifold operator ഓപ്പറേഷൻ തിയേറ്ററിലെ ടെക്നീഷ്യനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന്. അതായത് ഓപ്റ്റി ടെക്നീഷ്യനെ സഹായിക്കുന്നു. എന്തിന്? അവിടുത്തെ ബോയിൽ മെഷീൻ എന്തെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട്. ബോയിൽ മെഷീൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബോയിൽസ് മെഷീൻ എന്തെങ്കിലും അറിയില്ല. ബോയിൽ മെഷീൻ വെച്ചിട്ടുണ്ടെങ്കിൽ അനസ്തെറ്റിക്, നമ്മൾ അനസ്തേഷ്യ നൽകൂലേ പേഷ്യൻസിന്, അത് അനസ്തെറ്റിക് നീരാവി നൽകുന്ന ഒരു മെഷീനാണ്. നമ്മൾ അനസ്തേഷ്യ നൽകൂലേ ഇപ്പൊ സർജറിക്കും മറ്റുമായിട്ട്, അനസ്തേഷ്യ ഒരു നീരാവിയുടെ രൂപത്തിൽ നൽകുന്ന ഒരു മെഷീനാണ് ബോയിൽ മെഷീൻ എന്ന് പറയുന്നത്. ബ്രാക്കറ്റില് അനസ്തെറ്റിക് മെഷീൻ കൂടി ഒന്ന് എഴുതിക്കോളൂ. അനസ്തെറ്റിക് മെഷീൻ ബ്രാക്കറ്റിൽ എഴുതാം, അനസ്തെറ്റിക് മെഷീൻ. എഴുതിയോ? അനസ്തെറ്റിക് മെഷീൻ. അപ്പൊ അനസ്തെറ്റിക് മെഷീൻസിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് OT ടെക്നീഷ്യനെ കൂടി ഇദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത പോയിന്റ് പറയുന്നത് ഓൾട്ടറിംഗ് ദ വാർഡ് സിലിണ്ടർ ഈസ് ഓൾസോ ഹിസ് ഡ്യൂട്ടി. ഓൾട്ടർ ചെയ്യുക, മാറ്റുക എന്നുള്ള മീൻസ് ആണ് ഓൾട്ടറിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ. അതായത് വാർഡിന്റെ സിലിണ്ടറുകളൊക്കെ മാറ്റാണ്. അതായത് ഇപ്പൊ വാർഡിലൊക്കെ സിലിണ്ടറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എംപ്റ്റി ആകുമ്പോൾ ആ സിലിണ്ടറുകളൊക്കെ മാറ്റുക. All the major problems are to be brought to the administrators soon. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും ഉടൻ തന്നെ അഡ്മിനിസ്ട്രേറ്ററെ വിവരം അറിയിക്കുക. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഒരു മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടീസ്. വളരെ കുറച്ച് ഡ്യൂട്ടീസ് വളരെ കുറച്ചുള്ളൂ അല്ലെ? കുഴപ്പമില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കി വായിച്ചാൽ മതി കേട്ടോ. അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാം, എങ്കിലും നമുക്ക് വായിക്കാണ്ട് പറ്റില്ലല്ലോ. ഒന്ന് വായിക്കാം. അതില്ല ഒന്ന് രണ്ട് പോയിന്റ് പറയാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചേക്കൂ. ഫിഫ്ത് പോയിന്റ്, അതായത് he will maintain a stock of needed instrument. അതൊന്ന് റൗണ്ട് ചെയ്തേക്കു ആ പോയിന്റ്. അപ്പൊ വായിക്കുമ്പോ ഈ നമ്മൾ റൗണ്ട് ചെയ്യുന്ന പോയിന്റ്സുകൾ ഒന്ന് കുറച്ച് ശ്രദ്ധയോടുകൂടി വായിക്കാം. ഓക്കെ, ബാക്കി വിട്ട് കളയണമെന്നല്ല, വായിക്കണം. നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. നമ്മൾ സ്കിപ്പ് ചെയ്താൽ ഏതെങ്കിലും വിധത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഒരു രക്ഷയും ഉണ്ടാവില്ല. പക്ഷെ ഒരു വട്ടമെങ്കിലും നമ്മൾ വായിച്ചതാണെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾ വായിക്കാതെ വിട്ടാല് യാതൊരു കറക്കി കുത്താനൊന്നും പറ്റില്ല സത്യം പറഞ്ഞ അല്ലെ. മറ്റേത് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കറക്കി കുത്തി ആൻസറിലേക്ക് എത്താം. അപ്പോ സ്കിപ്പ് ചെയ്തതും നിങ്ങൾ വായിക്കണം. ഓക്കെ, അപ്പോ സിക്സ്ത് പോയിന്റ് അടയാളം ഒന്ന് റൗണ്ട് ചെയ്തേക്കു. ഹി വിൽ ചെക്ക് അല്ലല്ലോ, ഹി വിൽ മെയിൻറ്റെയിൻ എ സ്റ്റോക്ക് എന്നുള്ള ആ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ എയ്ത്ത് പോയിന്റ്, ഹി വിൽ റിപ്പയർ ഓർ അറേഞ്ച് ടു റിപ്പയർ. ആ ഒരു പോയിന്റ് അതും ഒന്ന് റൗണ്ട് ചെയ്യാം. ഹി വിൽ റിപ്പയർ ഓർ അറേഞ്ച് ടു റിപ്പയർ. അതുപോലെ
Last in the second last, altering the word cylinder is also his duty. Okay. റൗണ്ട് ചെയ്തത് കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി പഠിക്കുക, ബാക്കിയുള്ളത് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോ നമ്മുടെ മെഡിക്കൽ ഗ്യാസ് ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നല്ലേ ക്ലാസ്? ആണോ? വളരെ പെട്ടെന്ന് പോയി ഈ ഒരു ചാപ്റ്റർ പോയോ? എല്ലാവരും ഉറങ്ങിയോ? റെസ്പോൺസ് ഒന്നും ചെയ്യാലോ? അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ്. സിമ്പിൾ ആണ്, പഠിക്കാൻ കുറച്ചുണ്ട്. ഫസ്റ്റ് സെക്ഷനിൽ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. പിന്നെ നമ്മൾ അതിൽ പറഞ്ഞത് മെഡിക്കൽ ഗ്യാസസ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് അല്ലെ? ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? റൂംസ്, റിക്കവറി റൂംസ്, ഡയഗ്നോസ്റ്റിക്, ഇൻവെൻഷൻ ഏരിയ, ഒബ്സ്റ്ററിക്സ്, ഗൈനക്കോളജി, വാർഡ്, ICU, ജനറൽ വാർഡ് എക്സെട്ര. നോർമലി എല്ലാ ഏരിയകളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞു 7 ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. മെഡിക്കൽ എയർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, വാക്വം ആൻഡ് കംപ്രസ്ഡ് എയർ. അപ്പോ ഓരോ മെഡിക്കൽ ഗ്യാസസും അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഏത് കണ്ടീഷൻസിലാണ് നമ്മൾ ഈ മെഡിക്കൽ ഗ്യാസ് പ്രയോജനപ്പെടുത്തുന്നത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളോട് ഞാൻ ഷോർട്ട് നോട്ട് എഴുതി തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് തയ്യാറാക്കിയത് എനിക്കറിയില്ല. എങ്കിലും ഇനി തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ പറ്റുന്ന പോലെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞു നോട്ട് അവിടെ തയ്യാറാക്കാം. ഓരോ ഗ്യാസസിന്റെ പേരും എഴുതാം, കണ്ടീഷൻസ്, അത്രയും മതി. അതിൽ കൂടുതലൊന്നും വേണ്ട. ഒറ്റ നോട്ടത്തിൽ നമുക്ക് അത് വായിക്കുമ്പോൾ പഠിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടേതായ ഒരു കുഞ്ഞു നോട്ട് തയ്യാറാക്കാം. ഓക്കെ, പറ്റുന്ന പോലെ ചെയ്യാം കേട്ടോ. അപ്പൊ അത് ഓരോ ഗ്യാസസും നമ്മൾ ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കണം. ദെൻ നമ്മള് കോമ്പോണൻസ് സിസ്റ്റത്തിന്റെ അതില് മാനിഫോൾഡ് സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം പഠിക്കണം. എക്സാമിന് ചോദിക്കാറുള്ളത്. ദെൻ പൈപ്പിംഗ് നെറ്റ്വർക്കുകള്, വാൾവുകള്, 2 ടൈപ്പ് ഓഫ് വാൾവുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മള്. മോർണിംഗ് അലാറംസ്, 2 അലാറം ഉണ്ട്, മാസ്റ്ററും. ദെൻ എന്തൊക്കെയായിരുന്നു? മാസ്റ്റർ അലാറംസ് ഉണ്ട്, ഏരിയ അലാറം ഉണ്ട്. മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ഗ്യാസ് ലൈനെയാണ് മോണിറ്റർ ചെയ്യുന്നത്. ദെൻ ഏരിയ എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ കെയർ ഏരിയനെയാണ്. എന്താണെന്ന് നോക്കാം. ദെൻ അഡ്വാൻറ്റേജസിൽ നമ്മള് പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഹോസ്പിറ്റല്, ദെൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് ഈ ടേബിള് പറഞ്ഞു അല്ലെ? ടേബിള്, കളറുകള്, കളർ കോഡുകള് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ദെൻ കംപ്രസ്ഡ് ഗ്യാസ് ആയിട്ട് വർക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ സേഫ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസർ, അതുപോലെ ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ്, ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്. ഇതെല്ലാം പോയിന്റ്സുകളാണ്. അപ്പൊ അത് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി വായിക്കുക നിങ്ങൾ. ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിന്റെ ടൈമിൽ നമ്മൾ ഇതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ദെൻ നമ്മൾ ഇന്ന് പറഞ്ഞ റെഗുലേറ്റർ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റെഗുലേറ്റർ ചോദിക്കാറുണ്ട് എക്സാമിന്. കാരണം ഞാൻ നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാനായിട്ട് പ്രത്യേകം പറഞ്ഞത്. റെഗുലേറ്റർ ചോദിക്കാറുണ്ട്. ദെൻ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് അല്ലെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കോട്ട്, ലാബ് കോട്ടും, അതുപോലെ തന്നെ ഷൂസ്, സേഫ്റ്റി ഗ്ലാസസ്, ഗ്ലൗസ് തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ PPPയിൽ ഉപയോഗിച്ച് വരുന്നത്. ദെൻ ഡ്യൂട്ടീസ് അല്ലെ, ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും സ്റ്റാഫിന്റെ. അപ്പോ ആദ്യം നമ്മള് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടീസ് ആണ് പറഞ്ഞത്. അപ്പൊ അത്യാവശ്യം കുറച്ച് ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. അതില് 3 എക്സ്പാൻഡഡ് ഫോം വന്നിട്ടുണ്ട്. SDS, സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, then ERP, എമർജൻസി റെസ്പോൺസ് പ്ലാൻ, then PPE. നമുക്ക് ഓൾറെഡി പഠിച്ചതാണല്ലോ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോ ഒരു 13 ഡ്യൂട്ടീസ് ഉണ്ട്. അത് മനസ്സിലാക്കി വായിക്കുക നിങ്ങൾ. അപ്പോ റൗണ്ട് ചെയ്യാൻ പറഞ്ഞത് പ്രത്യേകം ഒന്ന് ശ്രദ്ധയോടുകൂടി വായിക്കുക. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. നമുക്കിനി ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഈ ചാപ്റ്റർ എനിക്ക് തോന്നി കുഴപ്പമില്ലല്ലോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മെഡിക്കൽ ഗ്യാസ് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഈ ഒരു ചാപ്റ്റർ? കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ? ആണോ? റെസ്പോൺസ് ചെയ്യ്, നിങ്ങളുടെ അഭിപ്രായം പറയണം. ഓക്കെ, ഓക്കെ ആണോ?
മനസ്സിലാവുന്നുണ്ടോ? എടുക്കുന്നത് ക്ലിയർ ആണോ? മെഡിക്കൽ ഗ്യാസ് ഓക്കെ. അത്യാവശ്യം കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് ഇതില്. അപ്പൊ അതിന് വേണ്ടിയൊക്കെ ഒന്ന് സമയം കണ്ടെത്താം. ലാസ്റ്റ് മൊമെന്റിന് വേണ്ടി ആരും കാത്തിരിക്കണ്ട. പറ്റുന്ന പോലെ പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ പിന്നെ ചില ചാപ്റ്റേഴ്സ് ഞാൻ പറയാറില്ല, നമുക്കധികം അത് മാക്സിമം ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ ഞാനത് നിങ്ങൾക്ക് പല രീതിയിലും കൂടെ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ചാപ്റ്ററിന്റെ നമ്പർ ഞാൻ നോക്കിയാ മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് തോന്നുന്നു 15 ആണോ? നിങ്ങൾ ചാപ്റ്ററിന്റെ നമ്പർ ഒന്ന് നോക്കണം കേട്ടോ. മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അതാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ. നമുക്കിനി അടുത്ത വെനസ്ഡേ അല്ലെങ്കിൽ ക്ലാസ് വരുന്നത് വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യാവുന്നത് ചാപ്റ്റർ ആണ്. ഓക്കെ. അത് കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോൾ അത് നമ്മളുടെ സ്വന്തം അനുഭവങ്ങൾ വെച്ച് നമുക്ക് ആ ഒരു ചാപ്റ്റർ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. മെഡിക്കൽ ഗ്യാസ് പറഞ്ഞൊരു ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കാം. ദെൻ ലാസ്റ്റ് നമുക്കൊരു ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചെറിയൊരു റിവിഷൻ പോലെയൊക്കെ ചെയ്യാം. നമ്മുടെ പോർഷൻസ് കവർ ചെയ്യണമല്ലോ, എക്സാമിന് മുന്നായിട്ട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. ദെൻ നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ ചെറിയൊരു റിവിഷൻ പോലെയൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പൊ അത് പഠിക്കുക, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ. ഓക്കെ. താങ്ക് യു ഓൾ. Okay, ma'am. Thank you. താങ്ക് യു മിസ്.